നമസ്കാരം. അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ഉമാമഹേശ്വര സംവാദത്തിലെ 4 വരികളും അവയുടെ സാമാന്യാർത്ഥവും പിന്നെ അവയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന വിശേഷാർത്ഥവും ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് വരികൾ വായിക്കാം. കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവുമുണ്ടായി വരാ, കിംവൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ, കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. കിം ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിം ക്ഷണന്മാർ, ക്ഷണങ്ങൾ, നിമിഷങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ, അറിവ് ഉണ്ടാവുകയില്ല. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കിം കണം, കണങ്ങൾ, തുള്ളികൾക്ക് വില കൽപ്പിക്കാത്തവർക്ക് അർത്ഥം, ഐശ്വര്യം, ധനം എന്നൊക്കെ പറയാം, അവ ഉണ്ടാകയില്ല. കിംവൃണന്മാർക്ക് നിത്യസൗഖ്യം ഉണ്ടായി വരില്ല. കിംവൃണന്മാർ, കടത്തെ നിസാരമായി എഴുതി തള്ളുന്നവർക്ക് നിത്യസൗഖ്യം ഉണ്ടാവുകയില്ല. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ, ദേവന്മാരെ മാനിക്കാത്തവർക്ക് നല്ല ഗതി ഉണ്ടാവുകയില്ല. ഇതാണ് എൻ്റെ അർത്ഥം. ആദ്യമായിട്ട് സാമാന്യ അർത്ഥം എടുക്കാം. അതായത് കിംക്ഷന്മാർക്ക്, സമയത്തെ വെറുതെ വേസ്റ്റ് ചെയ്യുന്നവർക്ക്, പാഴാക്കി കളയുന്നവർക്ക് അറിവുണ്ടാവുകയില്ല. ഇത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിദ്യാർത്ഥികളാണല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് സമയം പാഴാക്കി കളയരുത്, സമയം വിലപ്പെട്ടതാണ് എന്നുള്ള സന്ദേശം എടുക്കാം. ഇതാണ് ആദ്യത്തെ വരിയുടെ സാമാന്യ അർത്ഥം. ഇനി കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാം. വെറുതെ പൈസയെ അല്ലെങ്കിൽ ധനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്പത്തിനെ വെറുതെ പാഴാക്കി കളയരുത്. ഒരു ഉദാസീനമായ സമീപനം അതിനോടുണ്ടാവരുത്. അങ്ങനെ ഒരു സമീപനം ഉണ്ടായാൽ നമ്മൾ കടക്കിന് ഉൾപ്പെടെ പലതിലും പെട്ടുപോവുകയും നമുക്ക് ധനമില്ലാത്ത, ഐശ്വര്യമില്ലാത്ത അവസ്ഥ വന്നു ചേരുകയും ചെയ്യും. ഇതും ഒരു സാമാന്യ ലോക തത്വമാണ്. നമ്മളെല്ലാവർക്കും ഇത് ധൂർത്ത് പാടില്ല, സമ്പത്ത് ശ്രദ്ധിച്ചുപയോഗിക്കണം തുടങ്ങിയ നല്ല രീതിയിൽ ഇതിനെ എടുക്കാവുന്നതാണ്. ഈ കിംവൃണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാം. കടങ്ങളെ നിസ്സാരമായി എഴുതി തള്ളുന്നവർക്ക് സൗഖ്യമുണ്ടാവുകയില്ല. അതിൻ്റെയും സാമാന്യാർത്ഥം വ്യക്തമാണ്. കടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കടങ്ങൾ എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും തിരിച്ചടയ്ക്കുമ്പോഴും എല്ലാം നമ്മൾ ചില സാമാന്യ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അത് ചെയ്യാത്തവർക്ക് നിത്യസൗഖ്യം ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നമ്മൾ വ്യക്തികൾക്കും വേണമെങ്കിൽ ഗവൺമെൻറ്റുകൾക്കും വരെ ശ്രദ്ധിക്കാവുന്നൊരു നയമാണ്. അതോടെ നിൽക്കട്ടെ. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ, ദേവന്മാരെ മാനിക്കാത്തവർക്ക് ഗതി ഉണ്ടാവുകയില്ല. ദേവന്മാരെ നമ്മൾ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട പൂജകളും എല്ലാം ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം. സോ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ മനുഷ്യർക്കും എടുക്കാവുന്ന, ഭരണകൂടങ്ങൾക്ക് പോലും എടുക്കാവുന്ന പൊതുവായ ചില തത്വങ്ങളാണ് ഇതിൽ കൂടുതലായി പറയുന്നത്. ഇത്രയും രാമായണത്തെക്കുറിച്ച് സാമാന്യമായ അറിവുള്ള എല്ലാവർക്കും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന വിശേഷാർത്ഥങ്ങളിലേക്ക് കൂടി കിടക്കുന്നുണ്ട്. ആദ്യമായിട്ട് കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. ഇവിടെ വിദ്യ എന്നുള്ളത് പരമമായ അറിവ്, ആത്മജ്ഞാനം, ജീവാത്മ പരമാത്മ ഐക്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്നുള്ള തലത്തിലെടുക്കാം. അതായത് അജ്ഞാനത്തിൽ, അവിദ്യയിൽ നിന്നുണ്ടാകുന്ന അജ്ഞാനമാണ് മനുഷ്യൻ്റെ എല്ലാവിധ തെറ്റിദ്ധാരണകൾക്കും അതുവഴി എല്ലാവിധ സഫറിങ്സിനും കാരണം എന്നാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ, ഈ കർമ്മപാശത്തിൽ നിന്ന് മോചനം നേടാൻ, പരമമായ ആനന്ദം, സച്ചിദാനന്ദം നേടാൻ നമ്മൾ വിദ്യ നേടണം. വിദ്യ, അറിവ്. ആ ശ്രേഷ്ഠമായ അറിവ് നേടുമ്പോഴേ മായയെ മറികടക്കാൻ കഴിയുകയുള്ളൂ. ആ ശ്രേഷ്ഠമായ അറിവ് നേടാൻ ജ്ഞാനമാർഗം, ഭക്തിമാർഗം, പല രീതികളുണ്ട്. പക്ഷെ അതെല്ലാം ആ അറിവ് നേടുന്നതിലേക്കാണ് എത്തുന്നത്. അറിവ് നേടാൻ ഏറ്റവും ഉതകുന്നത് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മമാണ്. ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അത് വന്നിട്ടിവണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു ഞാൻ. ഒരുപാട് ജന്മങ്ങൾ പല ജീവികളായി ജീവിച്ച ഒടുവിലാണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിക്കുന്നത് എന്നാണ് സനാതനധർമ്മ വിശ്വാസം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മനുഷ്യജന്മം ആത്മജ്ഞാനത്തിനായിട്ട് ഉപയോഗിക്കണം. ആത്മജ്ഞാനം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യജന്മം പൂർണ്ണമായ അർത്ഥത്തിൽ സഫലമായില്ല എന്ന് തന്നെയാണ് അർത്ഥം. ബാക്കി കാര്യങ്ങൾ വേണ്ട എന്നുള്ളതല്ല, പക്ഷേ പരമമായ ലക്ഷ്യം, ദ റിയൽ ടാർജറ്റ്, ദ അൾട്ടിമേറ്റ് ടാർജറ്റ് ആത്മജ്ഞാനം നേടുകയും ഇനിയൊരു ജന്മം ഒഴിവാക്കുകയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിൽ, ആ മനുഷ്യജന്മത്തിൽ നമ്മുടെ ആയുസ് പരിമിതമാണ്. അതിൽ തന്നെ നമുക്ക് ചിന്താശേഷിയുള്ള, ആരോഗ്യമുള്ള, എല്ലാ രീതിയിലും ജീവിക്കാൻ കഴിയുന്ന ആയുസ് വളരെ പരിമിതമാണ്. ബാലസ്താവത് ക്രീഡാസക്ത എന്ന് പറയുന്ന ഭജഗോവിന്ദത്തിലെ ശ്ലോകം ഓർക്കുക. കുട്ടികൾക്ക് കളിയായിരിക്കും. അങ്ങനെ ആ ശ്ലോകം അതിലേക്ക് കിടക്കുന്നില്ല, ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ചിന്തിക്കാനുള്ള ശേഷി എത്തിക്കഴിഞ്ഞാൽ ഈ ആത്മജ്ഞാനം നേടാനുള്ള ശ്രമം വേണം, അല്ലാതെ സമയം പാഴാക്കി കളയരുത് എന്നൊരർത്ഥം കൂടി ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. ഇഹ ചേതവേദീത് അഥ സത്യമസ്തി ന ചേതി ഹാവേദീത് മഹദീ വിനഷ്ടി എന്നും കേനോപനിഷത്തിൽ പറയുന്നുണ്ട്.
ഈ ശ്രേഷ്ഠമായ നരജന്മത്തിൽ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിഞ്ഞാൽ ജന്മം സഫലമായി, ഇല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഈ കൺസെപ്റ്റ്സ് ഒക്കെ എൻ്റെ പുസ്തകത്തിലൊരു അവസരവും നഷ്ടവും എന്നുള്ളൊരു അധ്യായത്തിലുണ്ട്. വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, താല്പര്യമുള്ളവർ വായിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യജന്മത്തിലെ വിലപ്പെട്ട സമയം പാഴാക്കി കളയരുത്, ആത്മജ്ഞാനത്തിനായി ശ്രമിക്കുക എന്നൊരർത്ഥം ആദ്യത്തെ വരിയിൽ നിന്ന് വായിച്ചെടുക്കാം. രണ്ടാമത്തെ വരിയിൽ കിംഗണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായവരാ. ഇവിടെ ഭൂത്യേന പ്രമതിതവ്യം എന്നാണ് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത്. ഐശ്വര്യം നേടാനുള്ള ക്രിയകളിൽ നിന്ന് നമ്മൾ പിന്മാറരുത്. അത് സാമാന്യ അർത്ഥം. പിന്നെ ഇവിടെ അർത്ഥം എന്നുള്ളതിന് നമുക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, പുരുഷാർത്ഥം എന്നൊരു അർത്ഥം കൂടി എടുക്കാവുന്നതാണ്. പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ പുരുഷാർത്ഥങ്ങളെ നേടുക എന്നുള്ളത് മനുഷ്യജന്മത്തിലെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രഥമ പുരുഷാർത്ഥം ധർമ്മം പാലിച്ചുകൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്തണം. അപ്പോൾ ഈ പുരുഷാർത്ഥം നേടാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കണങ്ങളുടെ തുള്ളികളുടെ വില അറിയാത്തവർക്ക് ഈ പുരുഷാർത്ഥം നേടാനുള്ള ശ്രമത്തിൽ വിജയിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കില്ല എന്നൊരർത്ഥം കൂടി ഇതിലെടുക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന അർത്ഥത്തെ സാമാന്യാർത്ഥത്തിൽ ധനം, ഐശ്വര്യം എന്ന രീതിയിലും വിശേഷാർത്ഥത്തിൽ പുരുഷാർത്ഥം എന്നും എടുക്കാവുന്നതാണ്. മൂന്നാമത്തത് കിംവൃണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായവരാ. ഇവിടെ കടങ്ങളെക്കുറിച്ച് വിശേഷാർത്ഥം പറയുമ്പോൾ ഏതൊരു മനുഷ്യനും 3 തരത്തിലുള്ള കടങ്ങളുണ്ടെന്നാണ് സനാതനധർമ്മം പറയുന്നത്. ഋണം എന്ന വാക്കാണ് കടത്തിന് ഉപയോഗിക്കുന്നത്. നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ട, തിരിച്ചടയ്ക്കേണ്ട കടം. കൊടുത്ത് തീർക്കാൻ കഴിയില്ല ഒരിക്കലും, പക്ഷെ തിരിച്ചടയ്ക്കേണ്ട കടം. ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ഇതിൽ പിതൃഋണം നമ്മുടെ മാതാപിതാക്കളോടും, അതിൽ പരമേശ്വരനെ പരമപിതാവായും പാർവതിയെ ലോകമാതാവായും കാണുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ തലത്തിൽ വരെ എടുക്കാം. ആ മാതാക്കളോടും, നമ്മുടെ മാതാക്കളോടും ഉൾപ്പെടെ എല്ലാവരോടുമുള്ള നമ്മുടെ കടം, പിതൃപരമ്പരയോടുള്ള കടം. പിന്നെ ഋഷിഋണം, നമ്മൾക്ക് ശ്രേഷ്ഠമായ അറിവ്, മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാരാണ് ശ്രേഷ്ഠമായ അറിവ് തന്നത്. അപൗരുഷേയമാണ് ജ്ഞാനം. ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല സനാതനധർമ്മത്തിലെ ജ്ഞാനം. അപ്പോൾ ആ വലിയ ജ്ഞാനത്തെ നമുക്ക് പകർന്നു തന്ന ആ വലിയ ഗുരു പരമ്പരയോടും മുനികളോടുമുള്ള കടമാണ് ഋഷിഋണം. പിന്നെ ദേവഋണം. ദേവന്മാർ എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ഇതിനെയും, വെള്ളം, അഗ്നി, വായു, ഭൂമി, എല്ലാവരെയും ദേവന്മാരായി കാണുന്നൊരു സംസ്കാരമാണുള്ളത്. അപ്പോൾ ഈ ദേവന്മാരോടുള്ള കടം എന്നും എടുക്കാം. അപ്പോൾ ദേവഋണം, പിതൃഋണം, ഋഷിഋണം. ഈ കടങ്ങളെ നിസ്സാരമായിട്ട് കണ്ടു തീർക്കുന്നവർക്ക് നിത്യസൗഖ്യം ഉണ്ടാവുകയില്ല. മനുഷ്യജന്മത്തിൽ ഈ കടങ്ങളെ നിസ്സാരമായി കാണാതെ ഇവയെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. കൊടുത്തു തീർക്കുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാര്യം തീർക്കാൻ കഴിയുന്നതല്ല ആ കടം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കാൻ കഴിയുക? ഇവിടെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന മഹത്തായ കൺസെപ്റ്റ് വരുന്നത്. സനാതനധർമ്മത്തിൽ 4 രീതിയിലുള്ള കർമ്മങ്ങളുണ്ട്. നിത്യകർമ്മം, നമ്മൾ ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ, എല്ലാവരും ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ. പിന്നെ നൈമിത്തിക കർമ്മം, വിശേഷാവസരങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. വിവാഹം, അങ്ങനത്തെ ചില വിശേഷാവസരങ്ങളിൽ, ഉപനയനം പോലെ വിശേഷാവസരങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. പിന്നെ കാമ്യകർമ്മം, എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹലാഭത്തിനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ. പിന്നെ പ്രായശ്ചിത്ത കർമ്മം, തെറ്റുകൾ ചെയ്താൽ പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ട കർമ്മം. ഇതിൽ ദിവസവും നമ്മൾ ചെയ്യേണ്ട നിത്യകർമ്മത്തിലാണ് അതിമഹത്തായ പഞ്ചമഹായജ്ഞങ്ങൾ വരുന്നത്. അതിശ്രേഷ്ഠമായ കൺസെപ്റ്റാണ്. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് കഷ്ടമാണ്. കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെ ഇതൊന്നും അറിയാതെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നു. പഞ്ചമഹായജ്ഞങ്ങൾ, 5 തരത്തിലുള്ള യജ്ഞങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കടങ്ങൾ വീട്ടാനായിട്ട്. ബ്രഹ്മയജ്ഞമുണ്ട്. ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദൈവയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം അഥവാ നൃയജ്ഞം. അങ്ങനെ 5 എണ്ണമാണുള്ളത്. ഞാൻ വീണ്ടും പറയില്ല, വീഡിയോ കേൾക്കുമ്പോൾ സംശയമുള്ളവർ ഒന്നുകൂടി ബാക്ക് അടിച്ച് ഒന്നുകൂടി കേട്ടോളൂ. സമയം റെസ്ട്രിക്റ്റ് ചെയ്യാനാണ്. ഇതിൽ അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ദേവോ ഹോമോ ബലിർഭൂതോ നൃയജ്ഞം തിഥി പൂജനം എന്നാണ് പറയുക. അതായത് അധ്യാപനം ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധ്യായം, അധ്യാപനം, സ്വാധ്യായം, പ്രകരണം, സ്വയം സ്വാധ്യായം, പഠിക്കുക, പഠിപ്പിക്കുക. 2 തരത്തിലെടുക്കാം. ഇവിടെ തന്നെ നമ്മുടെ സനാതനധർമ്മത്തിലെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളും ആശയങ്ങളും പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ള അർത്ഥം എടുക്കാം. പിന്നെ സ്വാധ്യായം, സ്വയം പഠിക്കുക എന്നുള്ള അർത്ഥം എടുക്കാം. അതുപോലെ സ്വയം, അവനവനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള അർത്ഥവും എടുക്കാം. രണ്ടും ശ്രേഷ്ഠമാണ്. ബേസിക്കലി അവനവനെക്കുറിച്ചുള്ള പഠനമാണല്ലോ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അധ്യാപനം, അത് പ്രകരണം, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ബ്രഹ്മയജ്ഞം. പിതൃയജ്ഞം എന്ന് വെച്ചാൽ തർപ്പണം, ജീവിച്ചിരിക്കുന്ന പിതാക്കളെ യഥാർത്ഥത്തിൽ മാനിക്കുക, ബഹുമാനിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. മരിച്ച പിതൃപരമ്പരയെ നമ്മൾ തർപ്പണത്തിലൂടെ, അതിൻ്റെ വേണ്ട ക്രിയകളിലൂടെ സ്മരിക്കുക. പിതൃയജ്ഞസ്തു തർപ്പണം. ദൈവോഹോമ, ദൈവയജ്ഞം എന്ന് വെച്ചാൽ അഗ്നിഹോത്രം. അഗ്നിഹോത്രം എന്ന് വെച്ചാൽ നമ്മളൊരു വിളക്ക് കൊളുത്തുന്ന ഉൾപ്പെടെ എന്തും അഗ്നിഹോത്രമായിട്ട് എടുക്കാം. അതിലുള്ള ആ ഒരു സമർപ്പണ ഭാവം, യജ്ഞഭാവം വന്നു കഴിഞ്ഞാൽ അതെല്ലാം അഗ്നിഹോത്രമാണ്. നമ്മൾ അടുക്കളയിൽ പഴയ അടുപ്പിൽ വിറക് കൂട്ടി ചോറുണ്ടാക്കുന്ന പോലും യഥാർത്ഥ ആറ്റിറ്റ്യൂഡോട് ചെയ്തു കഴിഞ്ഞാൽ അഗ്നിഹോത്രമാണ്. അല്ലാതെ വലിയ പൂജകൾ വേണമെന്നില്ല. അപ്പോൾ പൂജയെക്കുറിച്ച് അറിവില്ലാത്തവർക്കും അഗ്നിഹോത്രം ചെയ്യാം. ദൈവോഹോമ ബലിർഭൂത. ഭൂതയജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്ക് നന്മ ചെയ്യുക. ഇത്തിരി വെള്ളം വേനൽക്കാലത്ത് പുറത്ത് വയ്ക്കുന്നത് ഉൾപ്പെടെ എല്ലാം ഭൂതയജ്ഞമാണ്. പിന്നെ മനുഷ്യയജ്ഞം എന്ന് വെച്ചാൽ അതിഥി പൂജനം. ഓക്കെ,
അപ്പോൾ ബ്രഹ്മയജ്ഞം, അധ്യാപനം, പ്രകരണം, സ്വാധ്യായം എന്നുള്ളത് ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, സ്തുതർപ്പണം പറഞ്ഞു, ദൈവോ ഹോമോ ബലിർഭൂതോ നൃയജ്ഞം, തിഥിപൂജനം. അപ്പോൾ ഈ 5 കടങ്ങൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. ഇതിനെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ നിത്യസൗഖ്യം ഉണ്ടായി വരില്ല. താൽക്കാലികമായ സുഖാനുഭവങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നിത്യസൗഖ്യം ഉണ്ടാവുകയില്ല. പിന്നെ കിം ദേവന്മാർക്ക് ഗതിയും, പ്രകൃതിയിലെ എല്ലാ ഭാവങ്ങളെയും ദേവന്മാരായി കാണുന്ന ഒരു രീതിയാണ് സനാതനധർമ്മത്തിനുള്ളത്. ഇവിടെ വെള്ളവും ഭൂമിയും അഗ്നിയും ഒന്നും അചേതനങ്ങളായ വസ്തുക്കളല്ല, വെറും കൺസ്യൂം ചെയ്യാനുള്ള സാധനങ്ങളല്ല. നേരെ മറിച്ച് അവയിൽ ദൈവ ചൈതന്യം നമ്മൾ ദർശിക്കുന്നുണ്ട്. പ്രകാശിപ്പിക്കുന്നവൻ, സ്വയം പ്രകാശിക്കുന്നവൻ തുടങ്ങിയ അർത്ഥങ്ങൾ, ആകാശത്തിൽ വസിക്കുന്നവൻ, ഒരുപാട് അർത്ഥങ്ങളുണ്ട് ദൈവശബ്ദത്തിന്. അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ശ്രേഷ്ഠമായ കൺസെപ്റ്റ് ഈ റിസോഴ്സസിനോട് ബഹുമാനപുരസരം പെരുമാറാനും അവയെ ചൂഷണം ചെയ്യാതിരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് പ്രകൃതി ചൂഷണത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിരൂർ നടന്ന കാര്യം, ജോയുടെ കാര്യം, ഒരുപാട് ഉദാഹരണങ്ങൾ, ഓരോ മഴക്കാലത്തും വരുന്ന പ്രളയങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ പ്രകൃതി ചൂഷണം, പ്രകൃതിയെ ദേവനായി കണ്ടുകൊണ്ട് ചൂഷണം ഒഴിവാക്കുകയും ബഹുമാനത്തോടെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ദേവന്മാരെ മാനിക്കാത്തവർക്ക് ഗതിയും ഉണ്ടാവുകയില്ല. ഇതാണ് ഇതിൻ്റെ വിശേഷാർത്ഥം. അപ്പോൾ ഈ കൊച്ചു 4 വരികളിൽ നമുക്ക് സാമാന്യാർത്ഥവും വിശേഷാർത്ഥവും ഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇത് വീഡിയോയുടെ ടൈം ഒരുപാട് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. ഇത് ശരിക്കും ഒരുപാട് നേരം പറയാനുണ്ട്. അപ്പോൾ ശരിക്കും മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, കിംക്ഷണന്മാർ എന്ന് പറയുമ്പോൾ മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വിശേഷാർത്ഥം പറയുന്നത്. അർത്ഥം എന്ന് പറയുമ്പോൾ 2ാമത്തെ വരിയിൽ പുരുഷാർത്ഥ പ്രാപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. കടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഋണത്രയത്തെയും അതിനെ വീട്ടാനുള്ള പഞ്ചമഹായജ്ഞത്തെയും കുറിച്ച് പറഞ്ഞു. ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതിയിലെ എല്ലാവരെയും ദേവനായി കാണുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ 4 കൊച്ചു വരികളിൽ ഇത്രയും ശ്രേഷ്ഠമായ അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും നമ്മുടെ മഹത്തായ ഇതിഹാസങ്ങളും ശാസ്ത്രങ്ങളും വായിക്കുക. ഇതിനെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്താനായിട്ട് കഷ്ടപ്പെട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ചുറ്റുമുണ്ട് പല രീതിയിലും. അപ്പോൾ അവയൊക്കെ ചെറുക്കാനുള്ള രീതി അവരെ അധിക്ഷേപിക്കുകയോ അവരെ സോഷ്യൽ മീഡിയയിൽ പോയി ചീത്ത പറയുകയോ ഒന്നുമല്ല. നമ്മുടെ ഇതിഹാസങ്ങളും ശാസ്ത്രങ്ങളും യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, അറിയുക, പഠിപ്പിക്കുക. താങ്ക് യു.